ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റവ കേസരി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാനും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇവിടെ നിച്ചുമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മൂപ്പിച്ച് മാറ്റുന്നു. എന്നിട്ട് അതേ പാൻ തന്നെ വീണ്ടും വെച്ച് ആ നെയ്യുടെ കൂട്ടത്തിൽ ഒരു സ്പൂണും കൂടെ നെയ്യും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഗ്ലാസ് റവ, ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് റവ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് റവ ഇതിനകത്തിട്ട്, ഇത് വറുത്ത റവയായിരുന്നു, എന്നാലും നമ്മളിട്ടൊന്ന് ഈ ഒരു വെള്ള കളറിൽ നിന്ന് ഒരു ബ്രൗൺ കളറിലോട്ട് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ വറുക്കാത്ത റവയാണെങ്കിൽ ഇതിൽ നിന്നും കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ വറക്കണേന്ന് വെച്ചാൽ കട്ട പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ വറുത്ത് വരുന്നുണ്ട്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതേ കണക്കുള്ള ഫുഡിൻ്റെ ആയാലും എൻ്റർടൈൻമെൻ്റ് ആയാലും ഫണ്ണി വീഡിയോസൊക്കെ ആയാലും ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഫോളോ ചെയ്യണേ. അങ്ങനെ ഞാൻ എന്താണ്ട് റവ വറുത്ത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും അതേ പാൻ തന്നെ വെച്ചിട്ട് അതിനകത്ത് ഞാൻ എടുത്ത ആ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ആ പാനിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചു. നമ്മൾ വറുത്ത സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് കേട്ടോ. എന്നിട്ട് കളറിന് വേണ്ടി ശകലം മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ട് കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് ചെറിയൊരു കളറിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ വെള്ളം നമ്മൾ തിളച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഈ വറുത്ത റവ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം റവ ഒരു കൈ കൊണ്ട് കുറേശ്ശെ അതിനകത്തോട്ടിട്ട് മറ്റേ കൈ കൊണ്ട് ഇളക്കാനും കൂടെ ശ്രമിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മൊത്തം റവ അതിനകത്ത് ഇട്ടിട്ട് മാത്രമാണ് ഇളക്കി തുടങ്ങിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം നമ്മളങ്ങനെ ആ വെള്ളം എല്ലാം റവ വലിച്ചെടുക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ദാ ഈ ഒരു രീതിയിലായിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇനി നമുക്ക് വേറെ അധികം ജോലിയൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ആകുമ്പോഴത്തേക്ക് മധുരം നമുക്ക് അത്യാവശ്യം മധുരം കാണും. ഭയങ്കര മധുരമായിരിക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യുക. പിന്നെ വീണ്ടും അതിനകത്ത് കുറച്ച് ഇളക്കി കഴിയുമ്പം ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഇതേ കണക്ക് ഒരു പാത്രത്തിൽ ചൂടോടുകൂടി തന്നെ ഇതേ കണക്കൊരു പാത്രത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ ഇത് ഒരു ചോറ് കൊണ്ടുപോകണം ചോറ് പാത്രത്തിലാണ് സെറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ പ്ലേറ്റ് എടുത്ത് അതിനകത്തോട്ട് ഇങ്ങനെ കമത്തി ഒന്ന് നമുക്ക് ഇങ്ങനെ തട്ടയൊന്നും വേണ്ട കേട്ടോ. ഞാൻ തട്ടുന്നുണ്ട് ചുമ്മാ, അതൊക്കെ ഒരു രസമല്ലേ ആശേ, വെറുതെയാണ് കേട്ടോ ചുമ്മാ തട്ടുന്നത്. തട്ടയൊന്നും വേണ്ട, അങ്ങനെ തട്ടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാരും കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. അതേപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക്